ഡിസംബർ 3 നേവിയുടെ അല്ലായിരുന്നു. നാവികസേനയുടെ മറ്റേ അഭ്യാസ പ്രകടനം കാണാൻ ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒന്ന് പോയായിരുന്നു. KSRTCയുടെ ആ പാക്കേജ് തന്നെ. അതുകൂടാതെ വേറെ 2-3 സ്ഥലത്തൂടെ പോയായിരുന്നേ. ആദ്യമേ പോയത് ഹാർബറിൽ, ട്രിവാൻഡ്രം ഹാർബർ. ചെന്ന് കയറിയപ്പോൾ ചത്ത ജീവികളുടെ കുറെ അവശിഷ്ടങ്ങൾ കണ്ടു, കുറെ വെള്ളവും. ഉച്ചയായോണ്ട് നല്ല വെയിലായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞ് അതിന്റെ അടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അതും കാണാൻ പോയി 10-30 രൂപ പാസ് കൊടുക്കണം. തെലുവും പൊറിപ്പിച്ച പോലെ ഇരിക്കുന്നുണ്ട്. ഇത് വലിയ പെരുമ്പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു മീനെയും കണ്ടു. വേറെ കുറെ മീൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് ഹൗസിലോട്ട് പോയി. 20 rupees പാസ് കൊടുത്ത് കയറി. പ്രായവർക്ക് ഇച്ചിരി പാടായിരിക്കും. ഇതാണ് ആ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ. അവിടെ നിന്ന് ഇച്ചിരി കാറ്റ് കിട്ടിയ ആശ്വാസം ഉണ്ടായിരുന്നു. തിരിച്ച് പടയുന്ന സ്റ്റെപ്പ് ഇറങ്ങി ഒരു ഐസ്ക്രീം കഴിച്ചു. ലീനാൻറ്റി മേടിച്ചു തന്ന മടുത്തൊരു വഴിയായി എല്ലാം കൂടെ കഴിഞ്ഞപ്പോ. ചേപ്പ തമ്പുരാൻ ഹോട്ടലിൽ കയറി. ഊണിന് 80 കണ്ടക്ടർ പറഞ്ഞു. പക്ഷെ ഇവര് 90 മേടിച്ച് കഴിച്ച് വലിയ രസമില്ലായിരുന്നു. ഇനി അങ്ങ് വെച്ച് പൊടിച്ച് ശംഖുമുഖം ബീച്ചിലേക്ക്. അവിടെയാണല്ലോ ഈ അഭ്യാസ പ്രകടനം. ഭയങ്കര തിരക്കാണ്. നിരക്കി അവസാനം വന്നു. ബീച്ചിന്റെ സൈഡിൽ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോഴാണ് നമ്മൾ ചിഞ്ചു ചേച്ചിയെ കണ്ടത്. ചേച്ചി നമ്മുടെ ഫോളോവർ. ചേച്ചിയുടെ സഹായം കൊണ്ട് നമുക്കൊരു വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ നിന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടി. ചിഞ്ചു ചേച്ചിയുടെ റിലേറ്റീവ് ആണ് ഈ ചേട്ടൻ. ഈ ചേട്ടന്റെ റിലേറ്റീവിന്റെ വീടാണ് ഇത്. ഈ ചേട്ടനാണ് നമ്മളോട് കയറിക്കോളാൻ പറഞ്ഞത്. ഈ അവസരത്തിൽ ഞാൻ ഇവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരില്ലായിരുന്നു ഇത്ര നന്നായിട്ട് ഈ കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. വിശന്നപ്പോ ഒരു ഗുഡേ കയറ്റി. ഇപ്പൊ ദാ ഷിപ്പ് വന്നു. അങ്ങനെ ഇരിക്കാൻ ഒരു ഇരിപ്പിടവും കിട്ടി. ടെറസിന്റെ മണ്ട കുറെ പേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈറ്റർ ജെറ്റുകളും വന്നു. ഇതിനകത്ത് എനിക്ക് വിക്രാന്ത് കാണാനായിരുന്നു കൂടുതൽ ആക്രാന്തം. അങ്ങനെ കുറെ ഫൈറ്റർ ജെറ്റുകൾ പോയി. ഫൈറ്റർ ജെറ്റ് തന്നെ പൊങ്ങാൻ എത്ര ലക്ഷം രൂപ വേണം. പിന്നെ ഓരോ ഹെലികോപ്റ്ററും ഓരോന്നോരോന്നായി പല പാറ്റേണിൽ അങ്ങ് പോകുന്നു. ഇടയ്ക്ക് ഷിപ്പിന്റെ വക ആകാശ വിസ്മയം. ഇത് കാണാൻ അവിടെ ജനക്കോടികളായിരുന്നു, ജനക്കോടികൾ. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ടെന്ന് ഓർക്കണേ. ഇവർക്കൊക്കെ എങ്ങനെ ശ്വാസം കിട്ടിയോവാ. ഇങ്ങനെ ഒരു അടിപൊളി സൺസെറ്റും കണ്ടു. ഇതാണ് സാക്ഷാൽ INS വിക്രാന്ത്. ജെറ്റ് അടിക്ക് വെച്ചേക്കുന്നുണ്ടോ. പറന്നു പോകുന്ന കാഴ്ച കൊള്ളായിരുന്നു. മുങ്ങിപ്പോകുന്ന അന്തർവാഹിനി കണ്ടോ. വിക്രാന്തിൽ എത്ര ജെറ്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. പിന്നെ കുറെ പായ്ക്കപ്പലുകൾ അങ്ങ് വന്നു. ഫ്ലാഗ് ഒക്കെ പറത്തിയാ വന്നേ. കുറെ ഹെലികോപ്റ്റർ അത് കഴിഞ്ഞു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഷിപ്പുകളും പോയി. ഹെലികോപ്റ്റർ തീപ്പൊരി ഇട്ടും പോയി. ഇത് കാണാനാണ് ഇത്രയും ജനകോടികൾ വന്നത്. ഡെമോയിൽ ഇതിലും സെറ്റപ്പ് ആയിരുന്നാണ് ആ ചേച്ചി നമ്മളോട് പറഞ്ഞത്. നന്നായിട്ട് കാണണമെങ്കിൽ പാസ് എടുക്കണം. എന്റെ അടുത്ത് ഇരുന്ന് ചേർക്കാൻ ഒരു നല്ല കീച്ചൻ ഉണ്ടായിരുന്നു. കണ്ടോണ്ടിരുന്ന് ഇച്ചിരി നേരം. ഇവനാണ് അവൻ, ശിവകേശ് എന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി പേര്. ഡിഫറെന്റ് ആർട്ട് ഫോംസ് ഓഫ് കേരള, അതായിരുന്നു സ്ക്രീനിൽ. പിന്നീട് പ്രസിഡന്റും ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രീനിൽ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നേവിയുടെ തീക്കളിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ ചിഞ്ചു ചേച്ചിയോട് ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ഇവരെല്ലാം നന്മയുള്ള ലോകമാണ് ഗൈസ്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇങ്ങനെ സഹായിക്കാനുള്ളവരുള്ളത് നല്ലതല്ലേ. അത്രയായപ്പോ ഷിപ്പിലെല്ലാം ലൈറ്റ് ഇട്ടു. അവിടുന്ന് ഒക്കെ ആകാശ വിസ്മയം. അലങ്കരിച്ചിട്ടേക്കുന്ന കാണാൻ രസമായിരുന്നു. ഈ കാഴ്ച കാണാനാണ് നമ്മൾ കോട്ടയത്തുനിന്ന് തിരുവനന്തപുരം വരെ വന്നത്. അങ്ങനെ നമ്മൾ ടെറസ് ഇറങ്ങി വെട്ടുകാട് പള്ളി കയറാൻ വേണ്ടി പോയി. ആ ബീച്ചിന്റെ സൈഡിൽ തന്നെയായിരുന്നു വെട്ടുകാട് പള്ളി. എന്നാ വലിയ പള്ളിയാ. ഇച്ചിരി പാനിപ്പൂരിയും കഴിച്ചു. വലിയ രസമില്ലായിരുന്നു. അങ്ങനെ കല്ലേ തട്ടി എന്റെ കാല് മുറിഞ്ഞു. സ്വർഗം കണ്ടില്ലേ. പിന്നീട് മൊത്തം ചട്ടിയുള്ള യാത്രയായിരുന്നു. ഇതൊക്കെയാണ് അതിലും ഭയങ്കരമായിട്ട് മടുത്തൊരു ദിവസമായിരുന്നു അത്. ഇതിൽ പങ്കെടുത്തവർ കമന്റ് ബില്ലോ. അപ്പൊ ബൈ.